മിശിഹായുടെ സ്നേഹം നിറഞ്ഞ ലിൻസിനച്ച, പ്രിയമുള്ള വിശ്വാസ പരിശീലകരെ, എൻ്റെ ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഏലിയാ ശ്രീവാമോശ കാലത്തിൻ്റെ 6ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് വളരെ പ്രത്യേകമായി ആഗോള കത്തോലിക്ക സഭയിൽ മിഷൻ ഞായറാണ്. പാതുവായിലെ അഗസ്റ്റീനിയൻ സന്യാസിയായിരുന്നു വിശുദ്ധ അന്തോണീസ്. ഒരിക്കല് അദ്ദേഹത്തിന്റെ അഗസ്റ്റീനിയൻ സന്യാസാശ്രമത്തിലേക്ക് 5 ഫ്രാൻസിസ്കൻ സന്യാസിമാര് കടന്നു വരികയാണ്. മൊറോക്കോയിലെ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോകുന്ന മധ്യേ വിശ്രമിക്കാനായിട്ട് വിശുദ്ധ അന്തോണീസിന്റെ ആശ്രമത്തിലേക്ക് ഈ 5 സന്യാസിമാരെ കടന്നു ചെല്ലുകയാണ്. സന്യാസിമാര് ഏതാനും ദിവസങ്ങൾ അവിടെ തങ്ങിയതിനു ശേഷം ഇനി തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവരെ മൊറോക്കോയില് സുവിശേഷം അറിയിക്കാനായിട്ട് പോകുകയാണ്. പറഞ്ഞ വാക്ക് പാലിച്ചതുപോലെ അവർ തിരിച്ചു വന്നത് ജീവനോടെയുള്ള 5 ശരീരങ്ങളായിട്ടാണ്. വിശുദ്ധ അന്തോണീസ് ഒരു പ്രതിജ്ഞ എടുത്തു, എനിക്കും അവരെ പോലെ തീക്ഷ്ണതയുള്ള മിഷണറിയായ ഒരു രക്തസാക്ഷിയാണ്. തുടർന്ന് അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുന്നതായിട്ട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആഗോള കത്തോലിക്ക സഭയില് ഇന്ന് മിഷൻ ഞായർ ആചരിക്കുമ്പോൾ ഈ മിഷൻ ചൈതന്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് സഭ ആഹ്വാനം ചെയ്യുകയാണ്. 1926 11ാം പിയൂസ് മാർപ്പാപ്പയാണ് മിഷൻ ഞായർ ആചരിക്കണമെന്ന് സഭയിലെ ആഹ്വാനം നൽകുന്നത്. യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവരെ ഈശോയെ അറിയിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. കത്തോലിക്ക സഭയുടെ വത്തിക്കാൻ കൗൺസിലിലെ അടിസ്ഥാന രേഖകളിൽ സഭയെക്കുറിച്ചുള്ള ഡിഗ്രികളിൽ പറയുന്നത് പോലെ സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. നമ്മുടെ കാറ്റഗിസം ടെക്സ്റ്റുകളിലൊക്കെ നമ്മൾ ഇത് വീണ്ടും കാണും. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലെ മാമോദിസ സ്വീകരിച്ച ഏതൊരു ക്രിസ്ത്യാനിക്കും ലഭിച്ചിരിക്കുന്ന നിയോഗമാണ് ഒരു മിഷണറി ആവുക, നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുക എന്നുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ പ്രഘോഷണം നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, ജീവിതം കൊണ്ടായിരിക്കണം. അട്രാക്ഷൻ ഈസ് ദ ബെസ്റ്റ് പ്രൊക്ലമേഷൻ. ആകർഷണമാണ് ഏറ്റവും വലിയ പ്രഘോഷണം. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിത മാതൃക കൊണ്ട്, പുണ്യ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ഈശോയുടെ സ്നേഹം, ഈശോയുടെ സുവിശേഷ സന്ദേശം അറിയിക്കാനായിട്ട് നാം ഓരോരുത്തരും നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ കുർബാന മധ്യേ വായിച്ചു കേൾക്കുന്ന സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ കാണാം. ഈശോ 12 പേരെ വിളിച്ച് പ്രത്യേകമായിട്ട് രോഗികളെ സുഖപ്പെടുത്താനും പിശാചുബാധയെ പുറത്താക്കുവാനുമായിട്ട് ഈശോ അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടിസ്ഥാനപരമായി ഈശോയുടെ സ്നേഹത്തിന്റെ സന്ദേശം എല്ലാവരിലേക്കും പകരുക എന്നതാണ് മിഷൻ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലയോ മാർപ്പാപ്പ മിഷൻ ഞായറിന് നൽകിയ സന്ദേശത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ്: ഓരോ ക്രിസ്ത്യാനിയും മാമോദിസ വഴി ഒരു കൊച്ചു മിഷണറിയാണ്. പ്രത്യേകിച്ച് 2025 ക്രിസ്തു ജയന്തി വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രത്യാശയുടെ തീർത്ഥാടനം നടത്തുന്നവരായ നാം പ്രത്യാശയുടെ മിഷണറി ആവാൻ വിളിക്കപ്പെട്ടിരിക്കുമെന്ന് ലയോ മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മിഷനറി അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കൊച്ചു മിഷണറി ആവുക എന്നുള്ളതിന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ അതിനുള്ള ചെറിയ പ്രാക്ടിക്കൽ നടപടികളിലൂടെ കടന്നുപോയി. ബിരിയാണി ചലഞ്ചും മിഷൻ ഫെസ്റ്റും അതുപോലെ തന്നെ കാരുണ്യ യാത്രകളിലൂടെ ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മിഷണറി ആകാനുള്ള നമ്മുടെ പരിശ്രമത്തിന്റെ കൊച്ചു ഇടപെടലുകളാണ്. ഒപ്പം തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യ നമുക്ക് നൽകുന്ന മാതൃകയാണ്. ഇന്ന്
ലോക മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ വണങ്ങപ്പെടുന്നുണ്ടെങ്കിൽ അവള് ലോകത്ത് എവിടെയും പോയിട്ട് സുവിശേഷം പ്രഘോഷിച്ചിട്ടില്ല. മറിച്ച് 4 ചുവരുകൾക്കൂടെ ഇടയിൽ ഇരുന്നു കൊണ്ട് തന്റെ ജീവിതം കൊണ്ട് കൊച്ചു കൊച്ചു സഹനങ്ങളിൽ ദൈവത്തിന് സമർപ്പിച്ച് മിഷണറിമാർക്ക് കാഴ്ചവെച്ചുകൊണ്ടാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങള്, കൊച്ചു കൊച്ചു സഹനങ്ങള് ഒക്കെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് മിഷണറി പ്രവർത്തനങ്ങളിൽ നമുക്ക് ഭാഗവാക്കുകളാകാം. ഓൺ കോൺഫറൻസ് ഓഫ് ഇന്റർനാഷണൽ ക്രിസ്ത്യൻസ് എന്നുള്ള ക്രിസ്ത്യൻ സംഘടനയിൽ 1.5 കോടിയോളം 38 കോടിയോളം ക്രിസ്ത്യാനികളാണ് അനുദിനം എല്ലാ വർഷവും പീഡനത്തിന് ഇരയാവുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൽ തന്നെ 2009 മുതൽ 2015-25 വരെയുള്ള ഈ കാലഘട്ടത്തിലെ നൈജീരിയയിലെ 1,25,000 ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെട്ടത്. 19,000 ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. 1 കോടിയോളം അധികം പേര് ക്രിസ്ത്യാനികൾ തങ്ങളുടെ നാടുകളിൽ നിന്ന് തുരത്തപ്പെട്ടു. അത്രമാത്രം വേദനയും പീഡനങ്ങളും സഹിക്കുന്നവരാണ് നമ്മുടെ സഹോദരങ്ങൾ ഓർക്കാനും, ഒപ്പം തന്നെ മിഷണറി മേഖലകളിലെ ശുശ്രൂഷ ചെയ്യുന്ന അനേകം വൈദികരും സന്യസ്തരും ആത്മായ പ്രേക്ഷിതരും കടന്നു പോകുന്ന വേദനയുടെ തീവ്ര നിമിഷങ്ങളിൽ പ്രാർത്ഥനയുടെ സമ്പത്തിന്റെ സഹായങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയുടെ സന്ദേശം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് കൊച്ചു മിഷണറി ആവാനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ. അതിനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.